ഓണൊക്കെ ആയിട്ട് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. കുളി കഴിയാത്ത കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാട്ടോ ആ രണ്ടുപേര് ചിരിക്കണുണ്ടല്ലേ. ഉണ്ണിമോള് പല്ല് തേച്ചിട്ട് വന്നിട്ട് കിടക്കുക. പീ കാണുന്നത് ഒരാള്. ഉണ്ണിമോള് പല്ലൊന്നും തേക്കാതെ വന്നിരിക്കുകയാണ്. സ്വത്ത് നീറ്റ് വന്നിട്ട് ചൂലൊന്ന് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് അടിച്ചു വരുന്നുണ്ട്. മടി കാരണാണ്. ഇപ്പോൾ പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അമ്മ ദോശ ഉണ്ടാക്കുകയാണ്. പഴം പുഴുങ്ങി വെച്ചു. നല്ല മഴ തന്നെയാണ് കേട്ടോന്ന്. അപ്പോൾ സ്വത്ത് പൂക്കളിടാനുള്ള ഇലയൊക്കെ കൊടുത്തിട്ട് ചകിരി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ മുറിക്കണത്. ഉണ്ണിമോളാണ് വെച്ചാൽ വേഗം പോയിട്ട് പിന്നെ ഓണാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ണിമോൾക്ക് പുതിയ ഡ്രസ്സ് ഇടാനൊക്കെ ആവേശമായി. ഈ മുടിയുമ വെക്കുന്നത് സ്വത്ത് ഉണ്ടാക്കി കൊടുത്തതാണ് ഇന്നലെ അവൾ അടിക്കുന്നുണ്ട് പറഞ്ഞില്ലേ. അവൾ ഇതൊക്കെയാണ് അടിച്ചുണ്ടാക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ണിമോൾ എന്നെ ഒറ്റയ്ക്ക് മുടി കെട്ടലും മേക്കപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തു. ഇപ്പൊ കുറി ഇടുകയാണ്. അപ്പൊ ഇന്ന് ആള് ഭയങ്കര ഹാപ്പിയാണ്. ഓണൊക്കെ ആയതുകൊണ്ട് പൂക്കൾ ഇടാനുള്ളത് കൊണ്ട്. പക്ഷെ പുറത്തേക്ക് നല്ല മഴയാണ്. രാവിലെ തുടങ്ങിയ മഴയാണ്. അതിൻ്റെ ഇടയിൽ സ്വത്തൊന്ന് ചൂലോണ്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയത്. അങ്ങനെ സ്വത്ത് കുളിയൊക്കെ കഴിഞ്ഞു വന്നു. മുറ്റത്ത് പൂക്കളിടാൻ ഒരു നിവർത്തിയില്ല കേട്ടോ. കുറേ നേരം കുട്ടികൾ വെയിറ്റ് ചെയ്തു. ചോക്കൊക്കെ എടുത്തു കൊടുത്തിട്ട് പിന്നെ സ്വത്ത് വരച്ചു കൊടുത്ത് ഉണ്ണിമോൾ അതിനനുസരിച്ചിട്ട് പൂക്കൾ ഇടൽ തുടങ്ങി. ഇന്നലെ രാത്രി തന്നെ പൂക്കളൊക്കെ ചെണ്ടുമല്ലി ഒക്കെ റെഡിയാക്കി വെച്ചു. അപ്പം ഇനി പൂക്കൾ ഇട്ടാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് മത്തലിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അവിയലിൻ്റെ കഷ്ണങ്ങൾ ഇന്നലെ കുറേ മുറിച്ച് വെച്ചു. ബാക്കി കഷ്ണങ്ങൾ ഇന്ന് ചേന കുമ്പളങ്ങ അങ്ങനെയുള്ളതൊക്കെ ഇന്നാണ് കേട്ടോ മുറിച്ചത്. ഇപ്പോൾ പൂക്കൾ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുപ്പ് കത്താനൊരു ബുദ്ധിമുട്ടുണ്ട് ഇന്നിങ്ങനെ നിന്ന് മഴ പെയ്യണ കാരണം. അപ്പോൾ പൂക്കളം കുറച്ച് അത്യാവശ്യം വലുതാണ്. കേബേജ് ഉപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അമ്മ തന്നെ മുറിച്ച് വെച്ചു. പിന്നെ കറി വെക്കാനുള്ള പണിയിലാണ്. ഇന്നിപ്പോൾ വീട്ടിലേക്ക് പോകണം. അപ്പം അതിൻ്റെതായൊരു തിരക്കും ഉണ്ട്. അങ്ങനെ പൂക്കളൊക്കെ അങ്ങനെ വലിയ പൂക്കളം തന്നെ കേട്ടോ അത്യാവശ്യം ഇട്ടത്. അങ്ങനെ ചുക്കളൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിയൽ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴേക്ക് സ്വത്തിന് എരിശ്ശേരിക്ക് ഉണ്ടാക്കിയ മത്തൻ്റെ കുരു ഉണ്ടായിരുന്നു. അത് അപ്പം തന്നെ വറുത്തെങ്കിലേ അത് വറുത്ത് തരാമെന്ന് പറഞ്ഞിട്ടൊന്നും സ്വത്തിന് അതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അവൾ എന്നെ ചട്ടിയിൽ എടുത്തിട്ട് അതിട്ട് ഉപ്പിട്ടിട്ട് ലെവലാക്കിയിട്ട് അവൾ തന്നെ കഴിക്കുക കേട്ടോ. അതിൽ ചട്ടി ഇങ്ങനെ ആക്കി ഒരു പരുവത്തിലാക്കി വെച്ചു. പിന്നെ ആ ചട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടാണ് പിന്നെ പപ്പടം കാച്ചാനായിട്ട് നിന്നത്. അപ്പോൾ പിന്നെ അതിലത്തെ ബാക്കി എണ്ണ എടുത്തൊഴിച്ചിട്ട് പിന്നെ അതിൽ തന്നെ ഉപ്പേരിക്കുള്ളതും ശരിയാക്കി. കുട്ടികളവിടെ കളിക്കുകയാണ് കേട്ടോ. അവർ പിന്നെ ഇന്ന് ഒരുപാട് സിനിമ പുതിയത് ഉണ്ടായിരുന്നു ടി വിയിൽ. അപ്പോൾ ഒന്ന് പുറത്തേക്കൊന്നും അവർ പോവൊന്നും ചെയ്തില്ല. ടി വിയിൽ വന്ന സിനിമ കാണാമെന്ന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് രണ്ടാളിരുന്നു. അവിയൽ അമ്മ അടുപ്പത്ത് കൊണ്ടുവച്ചിട്ട് അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ ഇനി അടിയിൽ പിടിച്ചാലോ വെച്ചിട്ട് ഇന്ന് അടുപ്പിൻ്റെ അവിടെ ഇരുന്നിട്ട് തന്നെ അവിയൽ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉപ്പേരിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ പഴം പുഴുങ്ങിയതും പച്ചപ്പഴമൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാളും കൂടിയിട്ട് അതൊക്കെ എടുത്തുകൊണ്ടിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ കേബേജിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കാൻ വിചാരിച്ചു. തേങ്ങ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുമല്ലോ. അതുകൊണ്ട് കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി കറി വെക്കണം. അപ്പോഴേക്ക് ഇല വെട്ടണം. അപ്പോൾ സ്വത്തും ഞാനൊക്കെ കൂടിയിട്ട് വാർപ്പിൻ്റെ മുകളിലൊക്കെ കയറി എങ്ങനെയൊക്കെ ഇല കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വിഭവങ്ങൾ ഇതാ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പായസം പുറത്തുനിന്ന് വാങ്ങിയതാണ്, വീട്ടിലുണ്ടാക്കിയതല്ല. സാമ്പാറും റെഡി ആയിട്ടുണ്ട്, ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യം വീട്ടിലുണ്ടാക്കലാണ്. 2 പ്രാവശ്യമായി ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങൽ തുടങ്ങിയിട്ട്. ഇപ്പോൾ പപ്പടം ഉണ്ട്, എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. സ്രാവ് ഇന്നലെ തന്നെ വറുത്ത് വെച്ചിട്ടോ. ഇന്ന് വറുക്കാൻ പാടില്ലല്ലോ. പിന്നെ രാവിലെ തന്നെ പഴം പുഴുങ്ങിയോണ്ട് ആ പഴം ബാലൻസ് ഉണ്ട്. അച്ചാറ് പിന്നെ ഇന്നലെ തന്നെ ഇട്ട് വെച്ചു. അതുപോലെ തന്നെ പുളിഞ്ചു ഇന്നലെ തന്നെ റെഡി ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ ചോറ് അടുപ്പത്താട്ടോ. ലാസ്റ്റ് ചോറ് വെച്ചാൽ മതി എന്ന് വിചാരിച്ചു. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ ചോറ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇലകളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ മഴ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇലയിൽ ഭയങ്കര ചളിയുണ്ട്. അപ്പോൾ ഇലയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ കുറച്ചൊരു മെനക്കാടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ പെട്ടെന്ന് വൃത്തിയാവണില്ല. എന്തൊക്കെയോ വേസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ചോറ് ഉണ്ണാനായിട്ട് അപ്പോൾ
അടുത്ത വീട്ടിലത്തെ കുട്ടികളെയും കൂടി വിരുന്ന് വിളിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരും ഭക്ഷണം കഴിച്ചു. അങ്ങനെ എല്ലാരും കിടന്ന് മയങ്ങി. അപ്പോഴാണ് ഞാൻ വെറുതെ ഉമ്മറത്തിരിക്കുമ്പോ ഇവരുടെ അമ്മായി വരുന്നത്. ഇവർക്കുള്ള ഡ്രസ് കോഡ് എടുത്തിട്ട് ഇപ്പൊ അവര് ഡ്രസ്സൊക്കെ ഇട്ടപ്പോ രണ്ടാൾക്കും സന്തോഷായിട്ടോ. അമ്മായിയുടെ സൗണ്ട് കേട്ടത് തന്നെ കുട്ടികൾ എണീറ്റ് വന്നിട്ടോ. പിന്നെ അമ്മായിക്ക് അവര് കൊടുന്ന ഡ്രസ്സ് ഇട്ട് കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. കറക്റ്റ് ആകുമോന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു അത്രേ. അങ്ങനെ ഓണം കളറായി അമ്മായിയുടെ വരവ് കൂടി ആയപ്പോ.